വിദേശികളെ പോലും ആകർഷിച്ച അഭിനയ പ്രതിഭയാണ് അദ്ദേഹം. ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന മാഹിനെ കൂടുതൽ പേർക്കും അറിയാവുന്നതാണ്. മാഹിൻ ഒരു യാത്രക്കിടെ സൊമാലിയക്കാരനായ ഒരു സഞ്ചാരിയെ കണ്ടുമുട്ടി. പതിവ് പോലെ അയാൾ ചോദിച്ചു, കേരളത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മറുപടി ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. കേരളത്തെക്കുറിച്ച് മാത്രമല്ല, മോഹൻലാലിനെ കുറിച്ചും അറിയാമെന്നാണ് അയാൾ പറഞ്ഞത്. So you know Kerala? Yeah, I know Kerala. Who know in Kerala? You know whom? Mohanlal. Mohanlal. Oh, okay. I like him. Which movie you like? Lucifer. Lucifer. Part 1 and 2. Lucifer Part 1. Empuran. Yeah. Wow. Empuran കണ്ടിട്ടുണ്ട് കേട്ടോ. How did you like Kerala movies? Mostly they have a good story. Yeah. The storyline is good. Not like No, they exaggerate the action, no problem. But I like the way Mohanlal does that thing, you know. Yeah. And then he... Munde, our dress. That's so nice. Where in Somalia? Mogadishu, Mogadishu. the capital, yeah. I like Mogadishu. Yeah, we are welcome. Yeah, I've been to Mogadishu. Yeah, wallahi. ഞാൻ അപ്രതീക്ഷിതമായിട്ട് സൈപ്രസിലെ ബീച്ചിൽ പോയപ്പോ മോഹൻലാലിനെ കുറിച്ച് കേട്ടപ്പോ ഞെട്ടിപ്പോയ കേട്ടോ. അതായത് ആഫ്രിക്കയിൽ നിന്ന് അങ്ങ് സൊമാലിയിൽ നിന്ന് വന്ന് സൈപ്രസില് ബിരുദ പഠനം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി മോഹൻലാലിനെ അറിയാം, മോഹൻലാലിന്റെ ലൂസിഫർ അറിയാം, രണ്ടാം പാർട്ടായിട്ടുള്ള എമ്പുരാൻ അറിയാം, അതിലെ ആക്ഷൻസ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു മലയാളിയായിട്ടുള്ള എനിക്ക് അഭിമാനം, അതിനപ്പുറം ഒരു വലിയൊരു സന്തോഷം തോന്നി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മലയാള മൂവിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തി മോഹൻലാലാണ് എന്നത് ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം പല ആളുകളും എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ മലയാള സിനിമയെ ഇത്രത്തോളം മറ്റു രാജ്യങ്ങളിലും പല ആളുകൾക്കിടയിൽ പ്രശസ്തമാക്കാൻ മോഹൻലാലിന് എത്രത്തോളം സാധിച്ചിട്ടുണ്ടെന്ന് എന്റെ യാത്രയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അഭിരാമി മോഹനാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭി, അതെന്തായാലും സംഭവം കിടുക്കിയല്ലേ? ലോകത്തെമ്പാടും നമ്മളുടെ മലയാള സിനിമയും മലയാള താരങ്ങളും ഒക്കെ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അയാൾ മാഹിൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതിപ്പോൾ ആളെ അറിയാം, സിനിമ കണ്ട് ഒരു ആരാധന തോന്നി എന്ന് മാത്രമല്ല, ആ മുണ്ട് മടക്കി കുത്തുന്നതൊക്കെ അറിയാം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നത്. അല്ലെങ്കിലും ആ ഒരു മുണ്ട് മടക്കി കുത്തും ആ തോൾച്ചരിവൊക്കെ നമുക്കൊരു അഭിമാനം തന്നെയാണ്. അതേ പൂജ, ഈ വീഡിയോ കാണുമ്പോൾ ശരിക്കും രോമാഞ്ചം വരികയാണ്. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന് കാതങ്ങൾ താണ്ടി ഒരു ആരാധകൻ ഉണ്ടാവുക, അതും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ സ്റ്റൈലായ മുണ്ട് മടക്കിക്കുത്തലിൻ്റെ ആരാധകനായി മാറിയ ഒരാൾ. ശരിക്കും മലയാളികളുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് താമസിക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരാൾ മോഹൻലാലിനെ പറ്റി സംസാരിക്കുക, മലയാള സിനിമയെ പറ്റി സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം അത്ഭുതമൊന്നും തോന്നില്ല. പക്ഷേ സൊമാലിയ പോലൊരു രാജ്യത്ത് നിന്ന് ഒരാൾ മലയാള സിനിമ കാണാറുണ്ട്, അതിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ആരാധകനാണെന്ന് പറയുന്നു, എമ്പുരാൻ സിനിമ കണ്ടിട്ടുണ്ട്, ലൂസിഫർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്ന ഒന്നുണ്ട്, മലയാള സിനിമകൾ വളരെ നല്ല രീതിയാണ്, അതിൻ്റെ കഥയൊക്കെ വളരെ നല്ല രീതിയാണ്, എക്സാജുറേഷൻസ് ഇല്ലാതെ അവർ സിനിമ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം ലൂസിഫർ അല്ലാതെയും മലയാള സിനിമകൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് വേണം നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ. മാഹിൻ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗറാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരാളാണ്. ആള് എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഇതുപോലെ ആൾക്കാരോട് കേരളത്തെ അറിയാമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ചോദിച്ചതാണ്. പക്ഷേ മാഹീൻ പോലും ഞെട്ടിപ്പോയി കാണും. കേരളത്തെ അറിയാം, ഞങ്ങൾക്ക് മോഹൻലാലിനെ അറിയാം, അദ്ദേഹത്തിൻ്റെ മുണ്ട് മടക്കി കുത്തലിൻ്റെ ആരാധകനാണെന്ന് പറയുന്നത് ഒരു സൊമാലിയയിൽ നിന്നുള്ള വിദ്യാർത്ഥി. ശരിക്കും ഇപ്പോൾ ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടി നിൽക്കുമ്പോൾ നമുക്ക് മലയാളികൾക്ക് സന്തോഷിക്കാൻ മറ്റൊരു വക കൂടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. പൂജ, അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ലോകമെമ്പാടും അറിയപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ മലയാള സിനിമ ഉയർന്നു നിൽക്കുകയാണ് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ലാലേട്ടനെ അറിയാം, ലാലേട്ടന്റെ ഓരോ ഫീച്ചേഴ്സും ഒക്കെ അറിയാം എന്ന് പറയുമ്പോൾ നമുക്കല്ലേ അതിൽ കൂടുതൽ സന്തോഷം വരുന്നത്. നമ്മുടെയൊക്കെ സ്വകാര്യ അഹങ്കാരമായി മാറുന്നത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നത് കൊണ്ടായിരിക്കും.